അറിയുന്നത് പോലെ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. മലയാള ടിവിയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതികരണ വേദി തന്നെയാണ് ഈ പരിപാടി. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഈ പരിപാടിയുടെ ആത്മാവും ജീവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. സ്ക്രീനിലെ നമ്പർ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് നമ്പറാണ് ആദ്യം. അതിൽ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ അയച്ചു തരാം. 6235968937. അതേപോലെ നിങ്ങൾക്ക് ഈ ഇതിലേക്ക് സന്ദേശങ്ങളൊക്കെ അയച്ചു തരാം. അതിനും പ്രേക്ഷകർക്ക് ഈ നമ്പർ ഉപയോഗിക്കാം. അതേപോലെ ഒരു ലാൻഡ് ലൈൻ നമ്പറുണ്ട് 0484283050 048428305110. ഇത് കൂടാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി 24 ചാനൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതാം. അപ്പോൾ ആ കമൻറ്റുകളും വിളികളും ദൃശ്യങ്ങളും ഒക്കെയായി അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് പൊളിച്ചടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. അന്ന് ഇന്നത്തെ വാർത്താപ്പകൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിലാണ്. ഇപ്പോഴും ജോയിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തെരച്ചിലിപ്പോൾ 8 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. മാരായമുട്ടം സ്വദേശിയായ ജോയിയാണ് ഇവിടെ കാണാതായത്. തോട്ടിലെ ഒഴുക്കും മാലിന്യ കൂമ്പാരവും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അഗ്നിരക്ഷാസേനയും അതിഥി തൊഴിലാളികളും തോട്ടിലിറങ്ങി ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചധികം മണിക്കൂറായി അവർ ഈ യത്നത്തിലാണ്. 8 മണിക്കൂറിലായി അധികമായി ഇദ്ദേഹത്തെ കാണാതായ ജോയിക്ക് അടച്ചുറപ്പുള്ളൊരു വീട് പോലുമില്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കുറച്ചധികം പണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപകട സാധ്യത കൂടുതലായിട്ടും ഈ ജോലിക്ക് ജോയി പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ വീട്ടിലാണ് ജോയിയും ജോയിയുടെ അമ്മയും താമസിക്കുന്നത്. വെറും 2 മുറികൾ മാത്രമുള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ സെപ്പറേറ്റ് ഒരു അടുക്കള പോലുമില്ല, അടച്ചുറപ്പുള്ള ഒരു ബാത്റൂമില്ല. ഈ വീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ 4:30 മണിക്ക് ജോലിക്കായിട്ട് തിരുവനന്തപുരത്ത് പോയത്. കഴിഞ്ഞ 3 ദിവസമായാണ് ഈ കോൺട്രാക്റ്റിൻ്റെ കൂടെ ജോയി പണിക്ക് പോകുന്നത്. പണികളില്ലാതെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ആക്രി പറക്കുകയാണ് ജോയി. അമ്മയ്ക്കും ജോയിക്കും വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി ആക്രി പറക്കുകയാണ് ജോയി ജീവിക്കുന്നത്. അതുപോലെ തന്നെ ജോയിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു നല്ലൊരു വഴി പോലും ഇല്ലാത്ത വളരെ കഷ്ടപ്പാടിലാണ് ജോയി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ആക്രി പറക്കി കിട്ടുന്ന ജോലി സമയത്ത് ആക്രി പറക്കി കിട്ടുന്ന പോയിട്ട് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന പണിക്കായിട്ട് പോകുന്നത്. കൂടുതൽ ശമ്പളം കിട്ടിയാൽ അമ്മയ്ക്കും എനിക്കും കുറച്ച് ദിവസം ജീവിക്കാമല്ലോ എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ജോയി കുടുംബം പോറ്റാനായി ഈ തൊഴിലിന് വേണ്ടി പോകുന്നത്. ജോയിയെ കാണാതായത് മുതൽ ഈ ആമയിഴഞ്ചാൻ പരിസരത്ത് റിപ്പോർട്ടിംഗ് തുടരുന്ന ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ്, ഇപ്പോൾ 8 മണിക്കൂറിലധികം കഴിഞ്ഞു. എന്തെങ്കിലും ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുന്നുണ്ടോ തെരച്ചിലുകാരിൽ ഇടകയിൽ നിന്ന്? രാവിലെ 10 മണിക്ക് ആരംഭിച്ച തെരച്ചിൽ ഇത്രയും സമയമെടുക്കുന്നു, 6:30 എടുക്കുന്നു. ഇതുവരെയും അക്കാര്യത്തിൽ നമുക്കൊരു ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഈ സ്ക്യൂബ ഡൈവ് നടത്തിയ ടീമംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അവർ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ രാവിലെ മുതൽ വലിയ പരിശ്രമത്തിലാണെന്നറിയാം, ക്ഷീണമുണ്ടെന്നറിയാം. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ 40 മീറ്ററോളം അകത്തോട്ട് പോയി. 40 മീറ്റർ പോയി. 40 മീറ്ററോളം പോയി. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഈ ഭാഗത്തൊന്നുമില്ല, തെരച്ചിൽ നടത്തിയ ഭാഗത്തില്ല. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ ഈ ചവറും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങോട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ഫുള്ള് ചവറ മൊത്തം അടിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചെളി, കല്ല് എല്ലാം, ചവറെല്ലാം ഉണ്ട്. ഈ രാവിലെ മുതൽ തന്നെ നമ്മൾ കുറെ വേറെ പണിപ്പെട്ടു. പക്ഷെ ഇതിനിപ്പോ നമുക്ക് അടുത്തൊരു മാർഗ്ഗമുണ്ട്, അപ്പുറത്തുനിന്ന് നോക്കുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് കോർപ്പറേഷൻ അവരെ വിചാരിച്ചാൽ റെഡിയാക്കും. അപ്പോൾ നാളെ അത് കഴിഞ്ഞിട്ടേ ഡൈവ് ചെയ്യാൻ പറ്റും. അതും വെള്ളം ഉണ്ടെങ്കിലേ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ നാളെ. അല്ലെങ്കിൽ നമുക്ക് നടന്ന് നോക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ BS സെറ്റ് എന്തെങ്കിലും ധരിച്ച് വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം നമ്മൾ താഴെ അടിയും. അതിന്റെ ഇടയിൽ ഉണ്ടാവും. എത്ര മീറ്റർ ഉണ്ട് മൊത്തം ഇട്ടാണല്ലോ? അതറിയില്ല. ഇപ്പൊ നമ്മൾ 40 മീറ്റർ പോയിട്ട് തന്നെ ആദ്യത്തെ മാൻഹോളിൽ എത്തിയിട്ടില്ല. 3ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ എത്തിയിട്ടില്ല. 40 മീറ്റർ ആയി, എന്നിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം ടണലൊരു 100-150 മീറ്ററിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഈ രക്ഷാപ്രവർത്തനം ഇപ്പം അവസാനിപ്പിക്കുകയാണല്ലേ? ഇല്ല, അവസാനിപ്പിക്കുന്നു. ഡൈവിംഗ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചു. എല്ലാവരും ടയർഡാണ്. അപ്പോൾ ഒന്നുകൂടെ അടുത്ത് ഇപ്പോൾ വീണ്ടും ഇറങ്ങും. അത് നിർത്തിയിട്ടില്ല.
എസ്കേൻ ഇവരായിരുന്നു ഇന്ന് രാവിലെ മുതൽ, അതായത് മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ട് ഇവരായിരുന്നു, ഈ ടീമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ഈ തിരച്ചിൽ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. 10 മണിക്ക് നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ വെള്ളത്തിന് മുകളിൽ വലിയ തരത്തിലുള്ള ചവറുകൾ ഉണ്ടായിരുന്നു, വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതടക്കം ഈ ടീമാണ്, ഫയർഫോഴ്സിന്റെ ഈ ടീമാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ടീമിന്റെ ഒരു പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഈ പരിശ്രമത്തിനൊടുവിൽ ഇവർ കാര്യമായിട്ട് ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ നമുക്കറിയാം വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആ ടണൽ കൂടി ഒന്നുകൂടെ കാണാം. നമുക്ക് സ്കാൻ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ടണൽ നമുക്ക് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു കാഴ്ച നമുക്ക് കാണാം. അതായത് ഇതായിരുന്നു ആ നെറ്റ്, അതായത് ഈ തിരുവനന്തപുരം തമ്പാനൂരിലെ പ്രധാന റോഡിനും അതേപോലെ റെയിൽവേ സ്റ്റേഷനും നടുക്കുള്ള ഒരു നെറ്റാണ്. ആ നെറ്റിലാണ്, ആ നെറ്റിട്ട പ്രദേശത്തായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ജോയി എന്ന് പറയപ്പെടുന്ന മാരായമുട്ടം സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടേക്ക് ഇറങ്ങുന്നത്. ശുചീകരണ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിയതാണ്, റെയിൽവേ കരാർ ഇതായിരുന്നു അദ്ദേഹം ഇറങ്ങിയ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ അപകടത്തിന് ശേഷം അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം നഗരമാണ്, വലിയ തരത്തിലുള്ള മാലിന്യം ഇതുമായി ബന്ധപ്പെട്ട് നിറഞ്ഞിരുന്നു. പക്ഷേ ആ മാലിന്യം നീക്കാതെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അത് രാവിലെ നമ്മൾ കണ്ടതാണ് സ്കേൻ. അതിന്റെ ഒരു തീവ്രത നമ്മൾ ഇതിനു മുൻപ് കാണിച്ച ദൃശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ വെള്ളത്തിന് മുകളിൽ അപ്പാടെ വലിയ തരത്തിൽ കൂന കൂട്ടിയിട്ട രീതിയിൽ പ്ലാസ്റ്റിക് അത് അടുക്കിയിരിക്കുന്നു, വേസ്റ്റ് മാലിന്യം, ആശുപത്രി മാലിന്യം അടക്കമുള്ള കാര്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് അഭിലാഷ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടണൽ സ്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ആ ടണൽ, അഭിലാഷ ടണൽ ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകും. അതായത് ഒരു ടണൽ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ടണൽ എന്ന് പറയുന്നത്. അത് ഈ വെള്ളമൊഴുകി റോഡിന്റെ ആ ഭാഗത്ത് നിന്ന് റെയിൽവേ ട്രാക്കിനോട് സമീപത്ത്, പ്ലാറ്റ്ഫോം നമ്പർ 1 സമീപത്തുണ്ടായ ഒരു ടണലാണ്. ഈ ടണലിന് ഏതാണ്ട് 150 മീറ്റർ നീളമുണ്ട്. അതായത് ഈ 4 പ്ലാറ്റ്ഫോമുകളും കഴിഞ്ഞ് അപ്പുറത്തെ വശത്താണ് ഈ ടണൽ അവസാനിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു 3 മാൻഹോളോളം ഉണ്ട്. ഇതിലിപ്പോൾ ഈ സ്ക്യൂബ ഡൈവ് ചെയ്ത ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അംഗങ്ങൾ പറയുന്നത്, അതിൽ 40 മീറ്ററോളം അവർ പോയി. പക്ഷെ അവിടേക്ക് 40 മീറ്റർ പോയിട്ടും ആദ്യത്തെ മാൻഹോൾ വരെ എത്തിയിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ അവിടെ എങ്ങും ഇവരെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ വേസ്റ്റ് നീക്കാതെ ഒരു തരത്തിലും അവർക്ക് ഒരു ഇഞ്ച് നീങ്ങാൻ കഴിയാത്തത്ര സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ തെരച്ചിലിന് ഏറ്റവും തടസ്സമുണ്ടാക്കുന്ന കാര്യം. സ്കേൻ ഒരു കാര്യം നിർഭാഗ്യകരമെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം നഗരമാണ്, തിരുവനന്തപുരം നഗരം തലസ്ഥാനം, സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ നഗരത്തിൽ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഒരു സംഭവം നടക്കുന്നു. രാവിലെ 10 മണിക്ക് നടന്ന സംഭവത്തിൽ ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലൊരു അപ്ഡേഷനിലേക്ക് ഒരു 150 മീറ്റർ മാത്രം കയറിപ്പോയി അവിടെ പരിശോധിക്കാനോ അതല്ലെങ്കിൽ ജോയിക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. പക്ഷേ അവിടെ നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഒന്നും കുറ്റം പറയാനേ കഴിയില്ല. കാരണം എസ് കെ ഞാനിവിടെ വന്ന സമയത്ത്, നമ്മൾ ആദ്യം ഇവിടെ 11 മണിയോടുകൂടി വന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഇത്രയും മാലിന്യം നിറഞ്ഞ സ്ഥലത്തേക്ക് ഒരു മടിയും കൂടാതെ ചാടി ഇറങ്ങിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതായിരുന്നു. അതിനുശേഷം ഓരോ ഘട്ടവും അവർ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ ചവറ് നീക്കിയത് ഇവരാണ്. അതായത് ഫയർഫോഴ്സിന്റെ വലിയ നെറ്റ് ഉപയോഗിച്ചു കൊണ്ടുവന്ന ഇവർ ഈ ആദ്യം ഒരു ഹ്യൂമൻ എഫേർട്ട് അക്കാര്യത്തിൽ എടുത്തു. അതായത് ഇവർ ഈ കാണുന്ന ഇതുവഴി ഇവർ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം കെട്ടി അത് പുറത്തേക്ക് എടുത്തു. അതിനുശേഷം JCB വന്നു. JCBയിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ സ്കാൻ കാണാൻ സാധിക്കും. ഇതും ഇപ്പോൾ നമ്മളെ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ ഫ്രെയിമിൽ വന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയധികം മാലിന്യം ഇങ്ങനെ ഏതാണ്ട് JCB തന്നെ 10ഓളം തവണ JCB തന്നെ ഇവിടെ നിന്ന് ചവറ് വാരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്രയും ചവറുകൾ ഇതിനകത്തേക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ നഗരസഭ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ഭൂമി റെയിൽവേയുടെയാണ്. റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് നഗരസഭ അധികൃതർ നൽകിയിരുന്നു. അതായത് വളരെ പെട്ടെന്ന് തന്നെ 7 ദിവസത്തിനുള്ളിൽ ഇത് ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ റെയിൽവേ അധികൃതർ അക്കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നഗരസഭ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യജീവൻ, ഒരു സാധാരണക്കാരന്റെ ജീവൻ, അദ്ദേഹം ഈ ശുചീകരണ പ്രവൃത്തിക്ക് വന്നയാളാണ്, അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്ന സാഹചര്യത്തിലേക്ക്, ഇത്രയധികം പോയ സാഹചര്യത്തിൽ വിദഗ്ധരായ ആളുകൾ പറയുന്നത് ഇനിയൊരു സർവൈവൽ ജോയിക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം വളരെ ആഴത്തിലാണിത്. അതിനും അപ്പുറത്തേക്ക് അതിഭീകരമായ ഒഴുക്ക് ആ സമയത്ത് മഴയുണ്ടായിരുന്നു, രാവിലെ അതിഭീകരമായ ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ടണലിൽ വീണ് കഴിഞ്ഞാൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരു സർവൈവൽ അതിനകത്ത് സാധ്യമല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ച് നഷ്ടമായി. വളരെ വേദനയോടെ നമുക്കത് പറയേണ്ടി വരും. ആ പ്രതീക്ഷ, ജോയി തിരികെ വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടമായിരിക്കുന്നു.
ഏതായാലും തിരച്ചിൽ തുടരുകയാണ്. സ്ക്യൂബ ടീം അംഗങ്ങൾ പറഞ്ഞത് ആ തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. അല്പസമയം അവരും രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. വലിയൊരു ഒരു അപ്ലോസ് അവർക്ക് കൊടുക്കണം. കാരണം ഇത്രയധികം എഫേർട്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ട് SKN. അത് ഈ മലിനമായ വെള്ളത്തിൽ ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരു മടിയും കൂടാതെ ഇത്രയും നേരം നിരന്തരമായി ഒരു റെസ്റ്റുമില്ലാതെ അവർ കഷ്ടപ്പെടുകയായിരുന്നു. ഒന്ന് ഇരുട്ട് ചെറുതായി വീണ സമയത്ത് മാത്രമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് വിശ്രമിക്കാനിരുന്നത്. പക്ഷേ അവർ മനുഷ്യരാണ്, തൊട്ടടുത്ത മിനിറ്റിൽ ഇറങ്ങും എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഈ ടണലിലൂടെ പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ആ പോയ ആളുകൾ തന്നെ 24-നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. രക്ഷാപ്രവർത്തനം തുടരും. പക്ഷേ കുറച്ചുകൂടി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ആ രക്ഷാപ്രവർത്തനം വീണ്ടും ദുസ്സഹമാകും. ആദ്യഘട്ടത്തിൽ മാലിന്യമായിരുന്നു വില്ലനെങ്കിൽ ഇപ്പോഴും മാലിന്യം തന്നെയാണ്. പൂർണ്ണ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ മാലിന്യം ഇവിടെ ഒന്ന് പൂർണ്ണമായും നീക്കാനോ ആ ടണലിനുള്ളിലേക്കൂടെ കടന്നു പോകാനോ സാധിക്കുന്നില്ല. 40 മീറ്ററോളം മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. ആ 40 മീറ്ററിൽ എവിടെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി അവശേഷിക്കുന്ന ടണലിന്റെ ദൂരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പോയി പരിശോധിക്കേണ്ടി വരും. ഏതെങ്കിലും മാൻഹോളിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ, ജോയി ഉണ്ടോ, അല്ലെങ്കിൽ ജോയി തടഞ്ഞു കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇനി വരും മണിക്കൂറുകളിൽ ചെയ്യാനുള്ളത്. പക്ഷേ കൂടുതൽ ഇരുട്ട് വീഴുമ്പോൾ ടണലിലൂടെ പോകാനുള്ള ഒരു സാധ്യതയും കുറയും. കാരണം അതൊരു റിസ്കി ടാസ്കായി മാറും. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഒരു 2 മണിക്കൂർ കൂടിയേ ഈ രക്ഷാപ്രവർത്തനം തുടരുകയുള്ളൂ. SKN. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെ മുതൽ 11 മണി മുതൽ ഈ രക്ഷാപ്രവർത്തകരുമായി ചേർന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഷഫീദ് റാവുത്തർ. ഇപ്പോൾ ഈ അപകടത്തിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിനിടയിൽ വരുന്ന വാർത്ത CPIM പുറത്താക്കിയ പ്രമോദ് കോട്ടുളി പരാതിക്കാരൻ്റെ വീട്ടിന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചെന്നാണ്. അമ്മയും മകനും ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട്, അതുകൊണ്ട് അമ്മയും മകനും ഒപ്പമാണ് ഈ പരാതിക്കാരൻ്റെ വീട്ടുപടിക്കൽ നിരാഹാരം കിടക്കാനായി പോയത്, സമരത്തിനായി പോയത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ശാരീരിക അസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് തൽക്കാലം വീട്ടിലേക്ക് മടങ്ങുന്നുവെന്നും പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കുകയാണെന്നും പറയുന്നു. എന്തായാലും തൻ്റെ നിരപരാധിത്വം തെളിയുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണ് പ്രമോദ് പറയുന്നത്. അതിനുള്ള എല്ലാ വഴികളും താൻ നോക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇനി ഈ അപകടം വന്നതിന് ശേഷം ആരാണ് ഈ അപകടം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച. ആമയിഴഞ്ചാർ റോഡിൽ ഒരുപാട് മാലിന്യങ്ങൾ കുന്നുകൂടുകയും മനുഷ്യന് കണ്ടാലറയ്ക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യം നിൽക്കുകയും ചെയ്യുമ്പോൾ സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. സലീം, പറയൂ. SKN ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അതിലെ ഉത്തരവാദി ആര് എന്നുള്ളതിൽ പരസ്പരം പഴിചാരുകയാണ് റെയിൽവേയും നഗരസഭയും. നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഇത് ഈ രണ്ട് കൂട്ടർക്കും ഇതിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകാൻ പറ്റില്ല. കാരണം ഒരു സാധു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി രാവിലെ ഈ മാലിന്യ കൂമ്പാരം നീക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ കഴിഞ്ഞ 8-8.5 മണിക്കൂറായി ഇതിലേക്ക് പോയിട്ട് പോലും അത് കൃത്യമായി രക്ഷിച്ചെടുക്കാൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണ് എന്ന് ആത്മപരിശോധന ഇരു കൂട്ടരും നടത്തേണ്ടതാണ്. സ്വാഭാവികമായും നഗരസഭയുടെ ഒരു വാദം റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേയുടെ ഭൂമിയിലേക്ക് കയറിയാൽ അവർ നേരത്തെ കേസ് ഉൾപ്പെടെ വന്ന സാഹചര്യമുണ്ട്, റെയിൽവേയുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് കേസ് ഉൾപ്പെടെ വന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് നഗരസഭ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി റെയിൽവേ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം റെയിൽവേയുടെ ഭൂമിയിൽ ഇത്രയധികം മാലിന്യങ്ങൾ കിടന്നിട്ടും അത് നീക്കം ചെയ്യാൻ കഴിയാത്തത് അവരുടെ വീഴ്ച തന്നെയാണ്. പ്രധാനമായും നഗരസഭാ ജീവനക്കാർ തന്നെ 19-ാം തീയതി ജൂൺ 19-ന് റെയിൽവേക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഇതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതുമാണ്. 6 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. അതോടുകൂടി തന്നെ പിന്നീട് മറ്റ് നടപടികളിലേക്കും നിയമ നടപടികളിലേക്കും കടക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഒരു ടെൻഡർ വിളിക്കുകയും അതിനെ തുടർന്നുള്ള ഒരു ഉപകരാർ വിളിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അതും ഈ മഴക്കാലത്ത് തന്നെ കഴിഞ്ഞ ഇത്രയധികം കാലം വേനലൊക്കെ കടുത്ത വേനൽ സംസ്ഥാനത്തുണ്ടായിരുന്ന സമയത്ത് പോലും ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവിടാതെ അങ്ങനെ ഒരു മഴക്കാലം നോക്കി ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അതുകൊണ്ട് റെയിൽവേക്ക് അത് നേരത്തെ ആവാമായിരുന്നു. മാത്രമല്ല നഗരസഭ സംബന്ധിച്ചിടത്തോളം ഇത് റെയിൽവേയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാനും കഴിയില്ല. കാരണം ആമയിഴഞ്ചാൻ തോടിൽ റെയിൽവേയുടെ ഭൂമി അല്ലാത്ത സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ തിരുവനന്തപുരത്ത് നഗരവാസികൾക്കൊക്കെ അറിയാം. അത്രയധികം മാലിന്യ കൂമ്പാരമാണ്. നമുക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക് സിറിൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. തൊട്ടപ്പുറത്തെ നമ്മളിപ്പോൾ ഈ ജോയ് അപകടത്തിൽപ്പെട്ട ഈ തോട് ഇതാണ്. അതിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് പാൻ ചെയ്ത് കാണിച്ചാൽ തൊട്ടപ്പുറത്ത് ഇതിനപ്പുറത്ത് ആ ദൃശ്യങ്ങൾ അത്രയധികം മാലിന്യം
ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഏറെക്കുറെ അതിന് സമാനമോ അതിൽ കൂടുതലോ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മാലിന്യങ്ങൾ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെയും നഗരസഭയുടെയും ജീവനക്കാർ ചേർന്ന് നീക്കം ചെയ്തതാണ്. തൊട്ടപ്പുറത്തെ ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. ഇത് ഈ പർട്ടിക്കുലർ പോർഷനിലെ മാത്രം പ്രശ്നമല്ല, ഈ നഗരത്തിലെ മുഴുവൻ, ഈ ആമയിഴഞ്ചാൻ തോടിലെ മുഴുവൻ ദൃശ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ്. ഇത്രയധികം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടിയിട്ടുണ്ട്. അതിൽ മാലിന്യം നിക്ഷേപിച്ച ജനങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതിലെ കുറ്റക്കാർക്ക്, ഇവിടെ ഈ മാലിന്യം കൊണ്ടിട്ടവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല അതിന് കൃത്യമായി മാറ്റാൻ കഴിയാത്ത നഗരസഭയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ പോർഷൻ ഇത് റെയിൽവേയുടേതാവാം. മാത്രമല്ല നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ കാണാൻ കഴിയുമോ, ഇത് എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നഗരസഭയുടെ ഈ വാഹനത്തിൽ എത്രയോ തവണ എത്രയോ ലോഡ് മാലിന്യങ്ങൾ അടിച്ചു കളഞ്ഞു. എന്നിട്ടും പോയില്ല എന്ന് മാത്രമല്ല, വെറും 200 മീറ്ററിനപ്പുറം മാത്രമാണ് ഈ ടണലുള്ളത്. ആ ടണലിന്റെ ആ 200 മീറ്ററിനിടയിൽ പോലും ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടന്നിട്ട് അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത്രയധികം മാലിന്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ 40 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത്രയധികം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ പൊതുജനങ്ങൾക്ക്, നഗരസഭയ്ക്ക്, റെയിൽവേക്ക് ആർക്കും ഇതിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. SK. ഓക്കെ, താങ്ക് യു സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂബ ടീം ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. 40 മീറ്റർ വരെ പോയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് തെരച്ചിൽ തുടരാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് മറ്റെന്തെങ്കിലും സമാന്തര മാർഗ്ഗങ്ങൾ ലഭ്യമാണോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു. അലക്സ് റാം, മറ്റെന്ത് പോംവഴിയാണ് അവരുടെ മുന്നിൽ ഇപ്പോഴുള്ളത്? SKN പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ആ ആമയിഴഞ്ചാൻ തോടിൻ്റെ ജോയി അവിടെ ഇറങ്ങിയ ആ മേഖലയിൽ നിന്നാണ് നമ്മൾ നേരത്തെ നമ്മുടെ മറ്റു ലേഖകർ ചേർന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനകത്താണ് അദ്ദേഹം പെട്ടുപോയത്, ഈ മാലിന്യത്തിനിടയിൽ പെട്ടുപോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ടണൽ, അതായത് പ്രധാനപ്പെട്ട ടണലിൻ്റെ ആ ഭാഗത്ത് നിന്ന് 50 മീറ്ററെങ്കിലും ഉള്ളിലേക്ക് പോയി നോക്കാം എന്നൊരു ആലോചന സ്കൂബ ടീമിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ അവർക്ക് 40 മീറ്റർ മാത്രമേ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും പോകാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം അവർ ആ ഉദ്യമം അവസാനിപ്പിച്ചു. ഞാനീ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. SKN ഈ ട്രെയിൻ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. ആ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ആ ടണലിൻ്റെ ഒരു ഓപ്പണിംഗ് ആ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടണലിൻ്റെ ഒരു ഓപ്പണിംഗ് നേരത്തെ തന്നെ ഈ ജോയിയെ കാണാതായ പശ്ചാത്തലത്തിൽ തന്നെ ആ ഓപ്പണിംഗ് തുറന്ന് അവിടെ ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ചിരുന്നു. അതായത് താഴേക്ക് ഒഴുകി പോകുന്നത് തടയുന്നതിന് വേണ്ടി ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും അതുപോലെ ഈ സേനാംഗങ്ങളും പറയുന്നത് അതിനുള്ളിൽ തന്നെ, ഈ ടണലിൻ്റെ ഈ ഭാഗത്തിനുള്ളിൽ തന്നെ ജോയ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. അത് പരിശോധിക്കുകയാണ്. നിലവിൽ ആ ടണലിൻ്റെ ഓപ്പണിംഗ് ഉയർത്തി അവിടെയുള്ളൊരു പരിശോധനയാണ് ആ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർ അവരുടെ വയർലെസ് സെറ്റുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അകത്തേക്ക് കയറാൻ സാധിക്കില്ല. നേരത്തെ ഒരു സംഘം സ്കൂബ ടീം ഇവിടെ വന്ന് അകത്തേക്ക് ഈ ഓപ്പണിംഗ് വഴി അകത്തേക്ക് ഇറങ്ങാനാകുമോ എന്നുള്ളൊരു ശ്രമം നടത്തിയത്. പക്ഷേ അത് മാൻഹോളാണ്. ആ മാൻഹോളിനുള്ളിൽ പ്രവേശിക്കുക അസാധ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാലിന്യം തന്നെയാണ്. മാലിന്യവും വേസ്റ്റും ഒക്കെ കൊണ്ട്, വെള്ളമൊക്കെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇവിടെ ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും SKN നമുക്ക് ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ ക്യാമറാമാൻ ജീനു ആ ദൃശ്യങ്ങൾ കാണിക്കും. ഇവിടെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ മാൻഹോളിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായി ഇവർക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു 4 സംഘ സ്കൂബ ടീം നേരത്തെ ഇവിടെ വന്ന് പരിശോധന നടത്തി. മാൻഹോളിനുള്ളിൽ ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു പരിശോധന അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവർക്ക് വിഫലമായി ആ ശ്രമം എന്നുള്ളതാണ്. അവരിവിടെ നിന്ന് മടങ്ങി. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിലവിൽ നടക്കുന്നത് പ്രധാനപ്പെട്ട ആ ടണലിൻ്റെ ആ ഭാഗത്ത് നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. ഒരു 6-7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ അസാധ്യമാകാനാണ് സാധ്യത. കാരണം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. ലൈറ്റും മറ്റു സംവിധാനങ്ങളും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ഈ വെളിച്ചത്തിൽ സാധിക്കുമോ എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. നഗരസഭ ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ഈ രാത്രിയിലും തന്നെ ഈ മാലിന്യം നീക്കുന്ന നടപടി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് തുടരും. അവിടെ നിന്ന് അത് പരമാവധി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി നഗരസഭാ ജീവനക്കാർ അപ്പോഴും കൈക്കൊള്ളും എന്നാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും വളരെയേറെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ ഭാഗത്തു നിന്ന് കാണാനുള്ളത്. മാത്രമല്ല SKN നമ്മൾ ജോയിയുടെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും സഹോദരൻ്റെയും ഒപ്പം അയൽവാസികളുടെയും ഒക്കെ പ്രതികരണം കണ്ടിരുന്നു. അങ്ങേയറ്റം ദുഃഖിതരാണ്
ഇവർ. പ്രധാനപ്പെട്ട കാര്യം ഈ മാരായമുട്ടം, നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് ജോയ് താമസിക്കുന്നത്. 42 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അവിവാഹിതനാണ്. അമ്മയ്ക്കൊപ്പമാണ് അദ്ദേഹം താമസിക്കുന്നത്. 2 സഹോദരിമാരുണ്ട്. അവർ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട്. ഒരു സഹോദരനുണ്ട്. അദ്ദേഹം തൊട്ടപ്പുറത്താണ് ഈ സഹോദരൻ താമസിക്കുന്നത്. അമ്മയും ജോയി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 4:30 മണിക്കാണ് ജോയി ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നതെന്നാണ് ഈ അയൽവാസി പറയുന്നത്. അവിടെ നിന്ന് അയൽവാസിയും അതുപോലെ സഹോദരനും മാതാവും ഒക്കെ പറയുന്നത്. ജോയിയുടെ ഒരൊറ്റ വരുമാനത്തിലായിരുന്നു ആ വീട് കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു ഷീറ്റിട്ട വീടാണ്. ആകെ 2 മുറിയാണുള്ളത്. അത് മുറിയെന്ന് പറയാൻ പോലും സാധിക്കില്ല. ആ വീട്ടിലൊരു അടുക്കള പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ജോയി സാധാരണ ദിവസങ്ങളിൽ ഈ ആക്രി പെറുക്കിയായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചുകൂടി കൂടുതൽ തുക ശമ്പളമായി ലഭിക്കും എന്ന് കരുതിയാണ് 3 ദിവസം മുമ്പ് ഈ റെയിൽവേ നിയോഗിച്ച കരാറുകാരന് കീഴിൽ ഈ വേസ്റ്റ് വാരുന്ന ഈ പണിയിലേക്ക് ജോയി ഇറങ്ങിയത്. ആ 3 ദിവസമായി ജോയി ഈ പണിക്ക് വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇന്ന് 4:30 മണിക്ക് രാവിലെ ഇറങ്ങിയതാണ്. വൈകുന്നേരം 4:05 മണിയോടുകൂടി മടങ്ങി വരുമെന്ന് സഹോദരനോട് പറഞ്ഞിരുന്നതായും സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ജോയി അവിടെ എത്തിയിട്ടില്ല. അവരെ ആ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ, ഒപ്പം നാട്ടുകാരൊക്കെ ജോയിയെ കാത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഈ തിരച്ചിൽ മണിക്കൂറുകൾ, രാത്രി വൈകുമ്പോൾ അത് ദുഷ്കരമാകുന്നു. ഈ മാൻഹോളിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഓടയ്ക്കുള്ളിലേക്ക്, ഈ തോടിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അകത്തേക്ക് ഈ രാത്രി വൈകി കടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് റെയിൽവേ ട്രാക്കാണ്. ഇത് റെയിൽവേയുടെ 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. 2 ട്രെയിൻ, അത് ഈ പ്രധാനപ്പെട്ട മാൻഹോൾ ഉള്ളതിൻ്റെ 2 വശത്തുമായി 2 ട്രെയിൻ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ അതീവ ദുഷ്കരമായൊരു മാർഗമാണ് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇതിനകത്തുകൂടി അകത്തേക്ക് കടക്കുക. കാരണം പ്രധാനപ്പെട്ട ആ ഇറങ്ങുന്ന ഭാഗത്ത് നിന്ന് തന്നെ 50 മീറ്റർ എങ്കിലും ഈ സേനാംഗങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂബ ടീം അംഗങ്ങൾക്ക്, വിദഗ്ധ പരിശീലനം ലഭിച്ച അംഗങ്ങൾക്ക് പോലും ഇറങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്ര കണ്ട് മാലിന്യ നിക്ഷേപം ഇതിനകത്തുണ്ട്. അവിടെ നിന്ന്, അതായത് പ്രധാനപ്പെട്ട കവാടത്തിൽ നിന്ന് പരമാവധി മാലിന്യം പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതിനകത്തേക്കുള്ള ജലമൊഴുക്ക് സുഗമമാകുകയുള്ളൂ. ആ ഒഴുക്കുകൊണ്ട് ആ വെള്ളം താഴേക്ക് പോവുകയുള്ളൂ. അതിനകത്തേക്ക് ഈ വിദഗ്ധർക്ക്, സ്കൂബ ടീം അംഗങ്ങൾക്കും അതുപോലെ ഫയർഫോഴ്സിലെ സേനാംഗങ്ങൾക്കും ഇറങ്ങി വന്നുള്ള പരിശോധന അപ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതല്ല എങ്കിൽ അവരുടെ പോലും ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് അവർക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. SKN 8.5 മണിക്കൂർ കഴിയുന്ന ഒരു മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യ ജീവന് വേണ്ടി ഈ തിരച്ചിൽ ഇവിടെ ആരംഭിച്ചിട്ട് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സമാനതകളില്ലാത്ത ഒരു തിരച്ചിലാണ് ഈ നടക്കുന്നത്. മുമ്പെങ്ങും ഇതുപോലൊരു മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിൽ നഗരസഭ ഇപ്പോൾ ആ ഓടയുടെ, ആ മാൻഹോളിൻ്റെ ഗ്രില്ല് അടയ്ക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് ഇനി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അവർ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തി, അത് നടക്കാതെ തിരിച്ചുപോയി. പിന്നീട് അവർ പ്രധാനമായി ഉദ്ദേശിച്ച 50 മീറ്ററെങ്കിലും പ്രധാനപ്പെട്ട ആ തോടിൻ്റെ, ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ജോയ് ഇറങ്ങിയ പ്രദേശത്ത് നിന്ന് 50 മീറ്ററെങ്കിലും അകത്തേക്കെന്ന് പറയുമ്പോൾ അത് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമുകൾക്കടിയിലൂടെയുള്ള ടണലാണ്. ആ ടണലിന് തന്നെ ഏതാണ്ട് 300 മീറ്ററോളം നീളം വരുമെന്നുള്ളതാണ് വസ്തുത. അവർക്ക് 50 മീറ്ററെങ്കിലും കടന്നു വരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, നടത്തിയിരുന്നു. പക്ഷേ നടന്നില്ല. ആദ്യഘട്ടത്തിൽ 30 മീറ്റർ അവർ പോയി തിരഞ്ഞു നോക്കി. പക്ഷേ ആ 30 മീറ്ററിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷമാണ് അവർ ടണലിൻ്റെ മറ്റൊരു ഓപ്പണിംഗ്, അതായത് ഈ മേഖലയിൽ വന്ന ഇറങ്ങിയ ഒരു പരിശോധന സാധ്യമാണോ എന്നവർ നോക്കിയത്. പക്ഷേ അതും സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ തിരികെ പോയി ആ പ്രധാനപ്പെട്ട ടണലിൻ്റെ ആ ഭാഗത്ത് നിന്ന് വീണ്ടും അകത്തേക്ക് 20 മീറ്റർ കൂടിയെങ്കിലും, അതായത് 50 മീറ്റർ കൂടിയെങ്കിലും ഉള്ളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടത്തിയെങ്കിൽ പോലും 10 മീറ്റർ മാത്രമേ കൂടുതൽ പോകാൻ സാധിച്ചുള്ളൂ. അതായത് ആകെ 40 മീറ്റർ മാത്രമേ അതിനകത്തേക്ക് കടക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് വസ്തുത. SKN ആ സ്കൂബ ഡൈവേഴ്സ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് ചെയ്യാനാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ്, ഈ ഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ആ ഗ്രില്ല് കൃത്യമായി തന്നെ കാണാം, ആ മാൻഹോൾ കാണാം. ആ മാൻഹോൾ ഗ്രില്ല് മൂടി ഇപ്പോൾ അവർ അടച്ചിട്ടുണ്ട്. ഈ മാൻഹോൾ തുറന്നാണ് അവർ പരിശോധന നടത്തിയത്. ഇതിൽ പ്രധാനമായി നേരത്തെ ഒരു ഗ്രില്ല്, ഈ മാൻഹോൾ തുറന്ന് തന്നെ ഒരു ഗ്രില്ല് ഇതിനകത്തേക്ക് അവർ ഇറക്കി വെച്ചിരുന്നു. അതായത് ഈ ഒഴുകി താഴേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ സേനാംഗങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ സേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ പറഞ്ഞത് അതിന് തൊട്ട് മുമ്പ് ജോയി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണ് അവർ ആ മേഖല കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയ്ക്ക് കൂടുതൽ ഊർജിതമാക്കിയതും ആ മേഖലയിലേക്കുള്ള പരിശോധനയ്ക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് നോക്കൂ, ഇപ്പോൾ തന്നെ കാണാം, ഇതിനകത്തുള്ള മാലിന്യം കാണാം, കുപ്പികളും അതുപോലെ വേസ്റ്റും. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ആകെ മൊത്തം എല്ലാ മാലിന്യവും അടങ്ങുന്ന ഒരു കുഴിയായി അല്ലെങ്കിൽ ഒരു ടണലായി ഇത് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ കാണപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, റെയിൽവേയുടെ കൂടി വേസ്റ്റ് അവരുടെ ഓടയിൽ നിന്ന് ഇതിനകത്തേക്ക് വന്നിറങ്ങുന്നുണ്ട്. അത്തരത്തിൽ അതീവ ദുഷ്കരമാണ് SKN. മഴ എന്താണെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ട്. മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ
വെള്ളം ഒഴുകി പോകുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ 10:30 മണിക്ക് ജോയി ഇവിടെ ഇറങ്ങുമ്പോൾ ഏതാണ്ട് നെഞ്ചളവ് വെള്ളം, മലിനജലമാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്തുണ്ടായത്. അവിടെ നിന്ന് ഏറെക്കുറെ ആ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ആ വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോൾ ആ ഭാഗത്ത് ഏതാണ്ട് മുട്ടളവ് വെള്ളം മാത്രമാണ് ഉള്ളത്. പക്ഷേ അതിനകത്തേക്ക്, അതായത് ആ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സഞ്ചരിച്ചെത്താൻ സ്കൂബ സംഘത്തിന് സാധ്യമല്ല എന്നുള്ളതാണ് അവരുടെ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. എന്താണെങ്കിലും മാലിന്യം രാത്രി വൈകിയും അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ നഗരസഭയുടെ ജീവനക്കാരും നഗരസഭാ അധികാരികളും പറയുന്നുണ്ട്. പരമാവധി സ്കൂബ ടീമും അതുപോലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളും ആ ഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയും അത് തുടരാനാണ്, രക്ഷാപ്രവർത്തനം തുടരാനായിരിക്കും ഒരുപക്ഷെ സാധ്യത. പക്ഷേ ഇതിനകത്തിറങ്ങിയുള്ള പരിശോധന രാത്രി തുടരാൻ സാധ്യതയില്ല. കാരണം അത്ര കണ്ട് അത് അടഞ്ഞു നിൽക്കുകയാണ്. അത്രയും മാലിന്യം ഈ ടണലിന് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്കൊപ്പം ചേർന്നത് അലക്സ് റാം മുഹമ്മദാണ്. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സമാന്തര മാർഗങ്ങളും ഒക്കെ വിശദീകരിച്ചു. ഇതിനിപ്പോൾ ഒരു വാർത്ത വരുന്നത് കടലിൽ കുടുങ്ങിയ 25 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. കൊയിലാണ്ടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഭാരതാംബ എന്ന വഞ്ചിയാണ് 7 നോട്ടിക്കൽ മൈൽ അകലെ കുടുങ്ങിപ്പോയത്. ശക്തമായ മഴയിലും തിരമാലയിലും എഞ്ചിൻ തകരാറിലായി. എന്നാൽ അവരെയൊക്കെ രക്ഷപ്പെടുത്തി എന്നുള്ള സന്തോഷകരമായ വാർത്ത വരുന്നു. ഇപ്പോൾ ഈ മാൻഹോൾ ശുചീകരണത്തിന് ഉള്ള റോബോട്ടിക് സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ CEO വിമൽ ഗോവിന്ദ് നമുക്കൊപ്പം ചേരുകയാണ്. വിമൽ ഗോവിന്ദ്, നമസ്കാരം. യഥാർത്ഥത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇനി അവശേഷിക്കുന്ന ഈ കാര്യത്തിൽ? ആക്ച്വലി ഇപ്പൊ ഞാൻ ഈ ന്യൂസ് കളക്ടറും അതേമാതിരി മേയറുടെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ നോർമൽ ഒരു രീതിയിലുള്ള ക്ലീനിങ്ങിലുള്ള സ്പെസിഫിക് അല്ല ഇവിടെ ഉള്ളത്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇനി സാങ്കേതിക വിദ്യയായിട്ടുള്ള ക്യാമറാസും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നൈറ്റ് വിഷൻ ഓറിയന്റഡ് ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? ഞങ്ങൾ ടെക്നോ പാർക്കിലുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരത്തോ? ട്രിവാൻഡ്രത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ എത്താൻ എത്ര സമയം വേണ്ടി വരും? ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വി ആർ ആൾറെഡി ദേർ. ഞങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ ആരംഭിച്ചോ? ഞങ്ങളുടെ യൂണിറ്റും വരുന്നുണ്ട്, റോബോട്ട്സും കാര്യങ്ങളും വരുന്നത്. ഞങ്ങൾ അറിഞ്ഞത് ഒരു അരമണിക്കൂർ മുന്നേ ആണ്. നിങ്ങൾ ഇപ്പോഴാണ് കോൺടാക്ട് ചെയ്തത് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു മൂവ്മെന്റ്? എങ്ങനെയായിരിക്കും അവര് എല്ലാം റെഡി ആണെങ്കിൽ? സാർ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റോബോട്ടിനെ നേരിട്ടിട്ട് ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഡിസൈൻ വേറെ രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. അതൊരു വിത്തിൻ ഒരു 1 hourനുള്ളിൽ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്യാമറ യൂണിറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. എന്തായാലും താങ്കൾ ഓപ്പറേഷൻ ആരംഭിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ബന്ധപ്പെടാം. താങ്ക് യു ശ്രീ വിമൽ ഗോവിന്ദ്. താങ്ക് യു. ജെൻ റോബോട്ടിക്സിൻ്റെ CEO ആണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ ഒരു വാർത്ത കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട്ട് സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മണിയൂർ സ്വദേശി ജിനേഷാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സങ്കടകരമായ വാർത്തയാണ്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ PSC കോഴ വിവാദത്തിൽ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിന് പിന്നാലെ അദ്ദേഹം മകനും അമ്മയ്ക്കും ഒപ്പം പരാതിക്കാരൻ്റെ വീട്ടിൽ സമരത്തിന് പോയി. എന്നാൽ അമ്മയ്ക്കും മകനും ദേഹാസ്വാസ്ഥ്യമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സമരം തൽക്കാലം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഈ പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. വീണ്ടും ഇപ്പോൾ ഒരു വാർത്ത അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു. കാസർഗോഡ് നല്ലംപുഴയിൽ KSCB ജീവനക്കാരനെ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയെന്ന വാർത്ത വരുന്നു. KSCB ജീവനക്കാരൻ അരുൺകുമാറിന് നന്നായി പരിക്കേറ്റു എന്നും വാർത്തയുണ്ട്. നല്ലംപുഴ മാരിപ്പുറത്ത് ജോസഫിൻ്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിലെ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് അറിയുന്നു. മീറ്റർ മാറ്റാൻ കഴിയില്ലെന്ന് ജോസഫ് KSCB ജീവനക്കാരെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ മീറ്റർ മാറ്റി തിരിച്ചു പോകുന്നതിനിടയിൽ ജീപ്പിലെത്തി ബൈക്കിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് വീണ ജീവനക്കാരെ വാഹനത്തിലെ ജാക്കി ലിവർ വെച്ച് അടിച്ചു. സംഭവത്തിൽ KSCB ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. എന്തൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നാട്ടുകാർ കാണിക്കുന്നത്? മറ്റൊരു വാർത്തയ്ക്കായി കോഴിക്കോട്ടേക്ക്. PSC കോഴ വിവാദത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്നാരോപിച്ചാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ നടപടിയെടുത്തത്. അച്ചടക്ക ലംഘനം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങളോട് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് അറിയുന്നു. അതേസമയം തനിക്കെതിരായ കോഴ ആരോപണം തെളിയിക്കാൻ പ്രമോദ് കോട്ടുളി CPMനെ വെല്ലുവിളിച്ചു. കോഴയാരോപണം ഉന്നയിച്ച ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ പ്രമോദ് കോട്ടുളി സമരം നടത്തി. പിന്നീട് അമ്മയ്ക്കും മകനും ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം സമരം അവസാനിപ്പിച്ച് പ്രമോദിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങി. പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ നിന്ന് അഭിജിത്ത് മുഴക്കും നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, എന്തായാലും ഈ പ്രതിഷേധമായി വന്ന പ്രമോദ് മടങ്ങിയല്ലോ, ഇപ്പോഴെന്താ അവസ്ഥ അവിടെ?
SKN നിലവിൽ ഈ പ്രമോദ് കോട്ടൂളി തന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരന്റെ വീട്ടിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധം അത് താൽക്കാലികമായി താൻ നിർത്തുകയാണ്. അമ്മയ്ക്കും മകനും ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതിനാൽ തന്നെ തൽക്കാലം താൻ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷേ താൻ സാധ്യമായ എല്ലാ നിയമ നടപടികളും എല്ലാ വഴികളും താൻ നോക്കും, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി നടത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ളൊരു തീരുമാനം അല്പസമയം മുൻപാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അപ്പോഴും പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടിയത്. ഏത് ഘട്ടത്തിലാണ് എന്ത് കാരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം പി മോഹനൻ മാസ്റ്ററോ ഒപ്പം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലോ വ്യക്തമാക്കുന്നില്ല. അതിനാൽ തന്നെ പ്രമോദ് കോട്ടൂളി ചോദിക്കുകയാണ്, പ്രതികരണമായി നൽകുകയാണ്, തനിക്ക് അവകാശമുണ്ട്, താൻ ഈ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത രക്തം കൊടുത്ത ഒരാളാണ്, ഏത് കാരണത്താലാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം, അതിനായി താൻ എല്ലാ രീതിയിലുള്ള പോരാട്ടം നടത്തും, കൂടാതെ പാർട്ടി ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പ്രമോദ് കോട്ടൂളി ഈ അവസരത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ പരാതിക്കാരൻ്റെ വീട്ടിന് മുന്നിലുള്ള പ്രമോദ് കോട്ടൂളിയുടെ പ്രതിഷേധം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഈ നടപടി വന്നതിന് ശേഷം പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം വ്യക്തമാക്കിയതും ഇക്കാര്യമാണ്. തനിക്ക് നേരെ ആരോപണം ഉന്നയിച്ചത് ഒരു വനിതാ ഹോമിയോ ഡോക്ടറാണ്. ഈ വനിതാ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവിൻ്റെ പരാതിയുടെ പുറത്താണ് ഈ ഒരു അന്വേഷണം നടന്നത് എന്നുള്ളതാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആ വിവരമാണ് തനിക്കുമുള്ളത്. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ എന്താണ് തനിക്കുള്ള പങ്ക് എന്ന് ഈ പരാതിക്കാരൻ വ്യക്തമാക്കണമെന്നുള്ള കാര്യമാണ് പ്രമോദ് കോട്ടൂളി ആവശ്യപ്പെടുന്നത്. ഈ പരാതിക്കാരനെ തനിക്ക് നേരത്തെ അറിയാം, തൻ്റെ ബന്ധുവിൻ്റെ പരിചയത്തിലുള്ള ആളാണ് ഈ പരാതിക്കാരൻ. പക്ഷേ ഈ പരാതിക്കാരനുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും താൻ നടത്തിയിട്ടില്ല എന്നാണ് പ്രമോദ് കോട്ടൂളി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. തനിക്ക് അയാളുമായി ബന്ധമുണ്ടെങ്കിൽ കൂടി ഈ കോഴ ആരോപണം എങ്ങനെയാണ് വന്നത് എന്നും അതിൽ ഏത് രീതിയിലാണ് താൻ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത് എന്നും തനിക്കറിയില്ല. അതിനാലാണ് ഒരു പ്ലക്കാർഡ്, ഒരു നോട്ടീസ്, ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പരാതിക്കാരൻ്റെ വീടിന് മുന്നിലേക്ക് അമ്മയെയും മകനെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രമോദ് കോട്ടൂളി തയ്യാറായത്. ഏതായാലും നിയമ നടപടികളിലേക്ക്, അതായത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് നിരപരാധിത്വം തെളിയിക്കേണ്ടത് തൻ്റെ അമ്മയ്ക്കും മകനും മുന്നിലാണ്. താനൊരു സഖാവാണ്, പക്ഷേ അതിനു മുൻപ് താനൊരു മകനാണ്, അതിനൊപ്പം തന്നെ താനൊരു അച്ഛനാണ്. അതിനാൽ തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനാൽ സാധ്യമായ എല്ലാ വഴിയിലും താൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നുണ്ട്. SKN. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. തോമസ് കണ്ണാറ്റ് പറയുന്നു, നേരത്തെ യാമേഴഞ്ചാൻ റോഡ് തോട്ടിലെ മാലിന്യ കൂമ്പാരം കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, മലയാളികൾ ഇത്ര ശുചിത്വബോധമില്ലാത്ത ആളുകളാണോ പൊതുസ്ഥലത്ത് ഇത്രയധികം മാലിന്യങ്ങൾ വലിച്ചെറിയാൻ എന്ന് ചോദിക്കുന്നു. ചാനലിലൂടെ ഒരു ബോധവൽക്കരണം നടത്തണം. ശരിക്കും ബോധവൽക്കരണത്തിൻ്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുണ്ടാകും. അതിനേക്കാളും കാര്യം എന്താണെന്നറിയോ, നമ്മൾ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങൾ റോഡിലും നാട്ടിലും ഇറങ്ങി ചെയ്യും. വീട്ടിലൊക്കെ നമ്മൾ അടിമുടി വൃത്തിക്കാരാതെ 3 നേരം കുളിക്കും, നമ്മൾ സംഭവം എല്ലാം ചെയ്യും. അതേസമയം പുറത്തിറങ്ങിയാൽ നമ്മൾ എന്ത് വൃത്തികേടും കാണിക്കും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ യാമേഴഞ്ചാൻ തോട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മാലിന്യ കൂമ്പാരത്തിൻ്റെ സ്ഥലമായി മാറുന്നത്. ഇപ്പോൾ തന്നെ അറിയുന്ന പ്രധാന ടണലിൽ 40 മീറ്റർ അപ്പുറത്തേക്ക് ഈ സ്കൂബ ടീമിന് പോകാൻ കഴിഞ്ഞില്ല. കാര്യം അവിടെ എല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് എങ്ങനെയാണ് അങ്ങനെ നീന്തി കടന്നു പോകാൻ കഴിയുക? മറ്റൊരു വാർത്തയ്ക്ക് കണ്ണൂരിലേക്ക്. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പാരിപ്പായിൽ നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ ഇന്ന് കണ്ടെത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇതൊക്കെ കിട്ടിയത്. അവർ ഈ മഴക്കുഴി നിർമ്മിക്കുന്നിടയിലാണ് നിധി കുംഭം അവർക്ക് ലഭിച്ചത്. കണ്ടെത്തിയ വസ്തുവകളെല്ലാം പോലീസ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നാകെ അവർ ഹാജരാക്കി. ഇത് പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് നിധി എന്ന് കരുതുന്ന വസ്തുവകകൾ മറഞ്ഞു കിടന്നിരുന്നത്. കണ്ടെത്താൻ നിമിത്തമായത് തൊഴിലുറപ്പ് തൊഴിലാളികളും. പരിപ്പായി LP സ്കൂളിന് സമീപത്തെ താജുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ പതിവ് ജോലിക്കെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നിലാണ് മറഞ്ഞിരുന്ന കൗതുകം വെളിപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ തൊഴിലാളികൾ മഴക്കുഴി കുത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ആയിഷയും നബീസയും ചേർന്ന് 3/4 അടിയോളം കുഴിച്ചപ്പോൾ ഓട്ടുകുട്ടകൻ ലഭിച്ചു. ബോംബ്, കൂടോത്രം എന്നിങ്ങനെ പതിവ് സംശയങ്ങളും ഭീതിയും. പിന്നീട് ധൈര്യം സംഭരിച്ച് തുറന്നു നോക്കിയതോടെ അമ്പരപ്പ്. സ്വർണ്ണ ലോക്കറ്റുകൾ, പതക്കങ്ങൾ, മുത്തുകൾ, അറബി എഴുത്തുകൾ രേഖപ്പെടുത്തിയ വെള്ളി നാണയങ്ങൾ എന്നിവയായിരുന്നു കുടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. തുറന്ന് ഞാൻ വയ്യത് ഇങ്ങനെ എടുത്ത് തട്ടുപോയതിന് മണ്ണടക്കം തട്ടി നോക്കുമ്പോഴത്തെ കൈൻ്റെ അകത്ത് മാലയുടെ ലോക്കറ്റ് പോലത്തെ സംഗതികൾ, നാണയങ്ങൾ അങ്ങനെയാ നാണയങ്ങള്,
പിന്നെ ഒരു കാശ് പോയാലുണ്ട് 4 എണ്ണക്കാരനല്ല പോലീസുകാരെ എണ്ണി. തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. പിന്നാലെ ശ്രീകണ്ഠാപുരം പോലീസ് എല്ലാം കസ്റ്റഡിയിലെടുത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് നിന്ന് തൊഴിലാളികൾക്ക് വെള്ളി നാണയങ്ങളും സ്വർണ്ണ മുത്തുകളും ലഭിച്ചു. ഇന്നലെ നമ്മളിത് വന്ന് ശ്രദ്ധിച്ചില്ല. ഇന്ന് നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കണക്ക് വന്നിട്ട് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം നമുക്ക് മണ്ണിന്ന് മാന്തുമ്പോൾ തെളിഞ്ഞു തിരിഞ്ഞു. തെച്ചത് മണ്ണായിരുന്നു, പക്ഷെ നമ്മൾ തേച്ച് കഴുകിയിട്ട് നിറം വെക്കുമ്പോൾ വെള്ളിയാണോ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പാട് നമ്മളവരെ അറിയിച്ചു, പഞ്ചായത്തിൽ അറിയിച്ചു, പഞ്ചായത്തുകാരെ പോലീസിനെ അറിയിച്ചു. അവർ കൈയോടെ കൊണ്ടുപോയി. കുഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കുഴിയും കൂടി കുഴിച്ചു നോക്കാം. ഏതായാലും കുറച്ച് ദിവസത്തെ പണിയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഇനി കുഴിയിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് പോലീസ്. അത്ഭുതപ്പെടുത്തുന്നുവെന്ന് സ്ഥലമുടമ താജുദ്ദീൻ. ഞെട്ടിപ്പിക്കുന്ന തന്നെ ചില ഇത്രയും വർഷം പഴക്കമുള്ള സാധനമല്ലേ അത്. സ്ഥലം ഒരു 100 വർഷത്തിനടുപ്പിച്ചായിട്ടുണ്ടാവും. ഉമ്മയുടെ ഉപ്പ ഒരു ഉമ്മയുടെ കല്യാണ സമയത്തായിട്ട് കൊടുത്ത സ്ഥലം 72, 73. അതിന് മുന്നേ ഉപ്പാനടുത്തുള്ള സ്ഥലമായിരുന്നു. കാലപ്പഴക്കം, മാറ്റ്, മൂല്യം എല്ലാം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. നിധി ലഭ്യമായാൽ റവന്യൂ വകുപ്പിനാണ് കൈവശാവകാശം. സംരക്ഷിക്കേണ്ട പുരാവസ്തു മൂല്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ വകുപ്പിന് ഏറ്റെടുക്കാം. 24 കണ്ണൂർ. ജയകുമാർ ഒരു യൂട്യൂബിലൊരു ഐഡിയ പറയുന്നു. താഴെ ടണലിനകത്തൂടെ ഒരു വള്ളത്തിൽ പോകാമല്ലോ, അതല്ലെങ്കിൽ ഇല്ലെങ്കിൽ കിടന്നങ്ങ് പോകാമല്ലോ. എൻ്റെ ജയകുമാറെ, ഈ സ്കൂബ ടീമും അതേപോലെയുള്ള ഈ രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ നമ്മളെക്കാളും ബുദ്ധിയില്ലാത്തവരാണ് എന്നാണോ വിശ്വസിക്കുന്നത്? അവരെല്ലാ സാധ്യതയും ഉപയോഗിക്കും. അവിടെ മാലിന്യം കൂടിക്കിടക്കുന്നതുകൊണ്ട് ടണലിൻ്റെ 40 മീറ്റർ കടന്നപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൂരെ നിന്ന് കളി കാണുമ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ. കാസർഗോഡ് നല്ലമ്പുഴയിൽ KCB ജീവനക്കാരനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അരുൺകുമാറിനാണ് പരിക്കേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് വൈകുന്നേരത്തോടെ കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ നല്ലോമ്പുഴ മാരിപ്പുറത്ത് ജോസഫിന്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനായി നല്ലോമ്പുഴ KCB സെക്ഷനിലെ 2 ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരുന്നു. അരുൺകുമാർ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നിട്ട് ഈ മീറ്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വീട്ടുടമസ്ഥൻ ജോസഫും അതുപോലെ തന്നെ KCB ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കുതർക്കം അവിടെ രൂപപ്പെട്ടു. ഈ മീറ്റർ മാറ്റാൻ കഴിയില്ലെന്ന തരത്തിൽ ജോസഫ് ഉറച്ചു നിന്നു. അത് മാറ്റാൻ ഉദ്യോഗസ്ഥരെ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഇതൊന്നും വകവെക്കാതെ അരുൺകുമാർ നേതൃത്വത്തിലുള്ള KCB ഉദ്യോഗസ്ഥർ ഈ മീറ്റർ മാറ്റി അവർ ബൈക്കിൽ തിരിച്ചു പോകുമ്പോഴാണ് പുറകിൽ ജീപ്പിലെത്തി ജോസഫ് ഈ ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയത്. തുടർന്ന് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം അതിൽ നിന്ന് തെറിച്ചു വീണ ഉദ്യോഗസ്ഥരെ ജീപ്പിന്റെ ജാക്കി ലിവർ ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മർദ്ദനത്തിൽ അരുൺകുമാറിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ KCB ഉദ്യോഗസ്ഥർ സംഭവവുമായി ബന്ധപ്പെട്ട ചിറ്റാരിക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. എന്തായാലും കഷ്ടമായിപ്പോയി. VSC ജീവനക്കാരെയൊക്കെ മർദ്ദിക്കാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ അത്യാവശ്യം വിളിച്ചാൽ ഇവരൊക്കെ ചെല്ലുമോ വീട്ടിലേക്ക്? പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടം 4 മലയിൽ വിനോദസഞ്ചാരികളുടെ 27 വാഹനങ്ങൾ കുടുങ്ങിപ്പോയി. അനധികൃതമായി ഇന്നലെ ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങൾ കുടുങ്ങിയതാണ്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇന്ന് ഉച്ചയോടെ വാഹനങ്ങൾ താഴെ എത്തിച്ചു, രക്ഷപ്പെടുത്തി. നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തിയതിന് സഞ്ചാരികൾക്കെതിരെ പോലീസ് കേസെടുത്തുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിലേക്ക്. സാഹസിക വിനോദസഞ്ചാരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് പ്രധാനമായിട്ടും ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നത്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വിനോദസഞ്ചാര വകുപ്പും ഇടുക്കിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സാഹസിക വിനോദസഞ്ചാരം നടപ്പാക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്നുള്ളതാണ് സമീപകാലത്തായി നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാഴ്ച. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ അപകടകരമായ യാത്രയും സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള മറ്റ് അപകടകരമായിട്ടുള്ള യാത്രയും ഇന്ന് സംഭവിച്ചിട്ടുള്ള നെടുങ്കണ്ടം 4 മലയിലെ ഓഫ് റോഡ് ട്രക്കിങ്ങുമെല്ലാം അതിന് ഉദാഹരണമാണ്. നെടുങ്കണ്ടം 4 മലയിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 40 പേരുടെ സംഘം 27 വാഹനങ്ങളിലായി കയറിപ്പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം അതിശക്തമായ മഴ പെയ്യുന്നു. പിന്നീട് ഒരു തരത്തിലും താഴേക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ആ 40 പേരും 27 വാഹനങ്ങൾ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം താഴ്വാരത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്ന് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ എത്തി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിന് ശേഷമാണ് വാഹനങ്ങൾ തിരികെ താഴേക്ക് ഇറക്കിയത്.
ഒരു വണ്ടി അവർ കെട്ടി നിർത്തിയേക്കാണ്. റോഡിൽ നിന്ന് തെന്നി മാറിയിട്ട് ഒരു വണ്ടി അവർ കെട്ടി നിർത്തിയേക്കാണ്. നാട്ടുകാരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയും നാട്ടുകാരെല്ലാം കൂടി ഇവരെ രാമക്കൽമേട്ടിലെ റിസോർട്ടുകളിലേക്ക് മാറ്റുകയുമായിരുന്നു. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലാണ് 27 വാഹനങ്ങൾ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചവർക്കെതിരെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. വേനൽക്കാലത്ത് പോലും വലിയ അപകടങ്ങൾ ഇവിടെ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ഓഫ് റോഡ് ട്രക്കിങ്ങോ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടു പോകാനോ അനുവദിക്കാത്തൊരു മേഖല കൂടിയാണ്. അവിടെ എങ്ങനെ ഈ 40 പേരുടെ സംഘം 27 വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മഴ കനക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഓഫ് റോഡ് ട്രക്കിങ്ങുകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമാനുസൃതമായി നടക്കുന്ന ട്രക്കിങ്ങുകളുണ്ട്. അതിന് നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല താനും. അധീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. എന്തായാലും ഇത്രയും വലിയൊരു കാലാവസ്ഥ ഹൈ റേഞ്ചിലൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെയൊക്കെ ട്രക്കിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് ചുറ്റും നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറേ അധികം വാർത്തകൾ വരാറില്ലേ? അത്തരം ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ബി പോസിറ്റീവ്. കാസർഗോഡ് നിന്നുള്ളൊരു നന്മ നിറഞ്ഞ വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. തൃക്കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട തെരുവുനായെ രക്ഷിച്ച് നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് തങ്കയത്തെ ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ ഷിമി ദാമോദരനും സഹപ്രവർത്തക ഷീബയും. തൃക്കരിപ്പൂർ നീലേശ്വരം റോഡിൽ അപകടത്തിൽപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന 4 മാസം മാത്രം പ്രായമുള്ള തെരുവുനായിക്കാണ് ഇവർ പുതുജീവൻ കൊടുത്തത്. അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളിടിച്ച് പരിക്കേൽക്കുന്ന ധാരാളം മൃഗങ്ങളെ നാം കാണാറുണ്ട്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരുപക്ഷെ നമ്മൾ അത്തരം മൃഗങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ ഒരു തെരുവുനായ്ക്ക് പുതുജീവൻ വെപ്പിച്ച കഥയാണ് തൃക്കരിപ്പൂർ തങ്കയത്തെ ഒരു ഡോക്ടർക്ക് പറയാനുള്ളത്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളെ ഒരു തെരുവുനായുടെ കഥ അറിയാൻ വേണ്ടി വന്നതാ. തലേ ദിവസം പെയ്ത ശക്തമായ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട്. അതിനു സമീപം ഏതോ അജ്ഞാത വാഹനം ഇടിച്ചിട്ട നിലയിൽ തണുത്തു വിറച്ച് കിടക്കുകയായിരുന്നു തെരുവുനായ. ഡോക്ടർ ഷിമ്മി ദാമോദരനും സഹപ്രവർത്തക ഷീബയും കാണുമ്പോൾ നായ്ക്കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്ന നിലയിലായിരുന്നു. ക്ലിനിക്കിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വൈകുന്നേരം ഇവിടെ ജസ്റ്റ് പുറത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഒന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ, ഞാൻ ഒരു സംഗതി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ കാണുന്നത് ഒരാൾ അയാളുടെ സ്കൂട്ടി നിർത്തിയിട്ട് ഒരു വടി എടുത്തിട്ട് നിലത്ത് വെള്ളത്തിലുള്ളൊരു നായനെ ജസ്റ്റ് ഇങ്ങനെ വടീനെ കൊണ്ട് ഇങ്ങനെ തൊടുന്നതാണ് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ അയാൾ അതിന് ഉപദ്രവിക്കുവാണോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവളൊപ്പം തന്നെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ അതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അവർക്കതിനെ തൊടാൻ പാടില്ല എന്ന് തോന്നി. അപ്പോൾ അതിങ്ങനെ വിറക്കുന്നുണ്ട്. തണുത്ത് വിറച്ചിട്ടാണോ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുവാണോ എന്ന് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ എന്തായാലും അതിനെ റെസ്ക്യൂ ചെയ്യണമെന്ന് തോന്നി. ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന നായ്ക്കുട്ടിയെ കണ്ടപ്പോൾ വിഷമം തോന്നി. നായ്ക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും വാഹനം നിർത്തിയില്ലെന്ന് ഷീബ. നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാല്ലോ, അവർ തെരുവ് നായ്ക്കളാണെങ്കിലും സംരക്ഷണം എല്ലാവർക്കും വേണ്ടേന്ന് വിചാരിച്ച് ഡോക്ടറെയും കൊണ്ടുപോയി. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോ നിർത്തി വിട്ട ഓട്ടോ തന്നെ പോയി. ഭയങ്കര സങ്കടമായി. പിന്നെ അതിനുശേഷം ഒരു സക്കറിയ എന്ന് പറഞ്ഞൊരു ഏട്ടൻ വന്നു. എല്ലാ ഹെൽപ്പും അവരാണ് ചെയ്തു തന്നത്. പിന്നെ ഡോക്ടറോട് കൂടി അങ്ങോട്ട് പോയിട്ട് ആടിന് വേണ്ട ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്തു. പയ്യന്നൂരിലെ മൃഗാശുപത്രിയിൽ എത്തിച്ച നായ്ക്കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് തെരുവിൽ കഴിഞ്ഞിരുന്ന നായ്ക്കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.
ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യാതെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നതും സല്യൂട്ട് ചെയ്യേണ്ടതും. സുധാ വിശ്വം പറയുന്നു, ഇന്നലത്തെ 1 കോടി ഇത് കോമഡിയിൽ നമ്മുടെ റിമി ടോമിയുമായിട്ട് താങ്കൾ കട്ടയ്ക്ക് നിന്നു. കട്ട പൊട്ടിപ്പോയെന്നെ കേട്ടോ, റിമി ടോമിയല്ലേ ആള്. അപ്പോൾ ഇന്ന് ഉർവശിയുമായിട്ടും കട്ടയ്ക്ക് നിൽക്കേണ്ടി വരും. മിക്കവാറും 2 ദിവസം ക്ഷീണത്തിൽ ലീവ് എടുക്കേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് സുധാ വിശ്വം. അതില്ല, ഇന്ന് രാത്രി 9 മണിക്ക് താങ്കൾ ഉർവശിയുമായിട്ടുള്ള ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി കാണൂ. പിന്നെ നമ്മുടെ ലീവിൻ്റെ കാര്യം ആലോചിക്കാം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗണപതി കല്യാണം എന്ന് നമ്മൾ പറയാറില്ല, അതേപോലെ നീണ്ടു പോകുന്നു ആറ്റിങ്ങൽ നഗരസഭ ടൗൺ ഹാൾ പുനർനിർമ്മാണം. പണി തുടങ്ങി ഒരുപാട് കൊല്ലമായി, എന്നിട്ടും പാതി വഴിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയാണ്. 1.5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിർമ്മാണം ആരംഭിച്ചു 2018. നിർമ്മാണം പൂർത്തിയാക്കാൻ ഫണ്ടില്ല എന്നാണ് നഗരസഭ ഇപ്പോൾ പറയുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണ ജനങ്ങൾ വിവാഹ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ ടൗൺ ഹാളിനെയാണ്. ഇന്ന് ഇതിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നത് കാടുകയറിയ ഒരു പ്രതിമയും തുരുമ്പെടുത്ത കുറെ കമ്പികളും മാത്രമാണ്. പഴയ ഹാൾ കാലപ്പഴക്കം വന്ന് ജീർണിച്ചതോടെയാണ് 2 നില കെട്ടിടം പണിയാൻ ആറ്റിങ്ങൽ നഗരസഭ തീരുമാനിച്ചത്. 2018-19 സാമ്പത്തിക വർഷത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 5 കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയ്ക്ക് ടെൻഡർ നൽകി. പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ ഫണ്ട് തീർന്നു. തുടർന്ന് 2ാം ഘട്ടത്തിനായി 3 കോടി രൂപ കൂടി അനുവദിച്ചു. എങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതിനിടെ സമീപവാസി അതിർത്തി തർക്കത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി. സ്റ്റേ തീർക്കുവാനായി 8 മാസത്തോളം പണി നിർത്തിവെച്ചു. 6 വർഷം കഴിഞ്ഞിട്ടും LDF നേതൃത്വം നൽകുന്ന നഗരസഭ പണി തീർക്കാൻ നടപടിയെടുക്കാത്തത് സ്വകാര്യ കൺവെൻഷൻ സെന്ററുകളെ സഹായിക്കാനെന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആരോപണം. CPM-ന്റെ ഭരണത്തിലുള്ള അവരെ കീഴിലുള്ള ഒരു സൊസൈറ്റി ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പ എടുത്തുകൊണ്ട് ആ ബാങ്കിനെ കൂടി സംരക്ഷിക്കുന്നത്. ആ ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നു പോകുന്നത് തന്നെ ഇവരെ പലിശ കൊണ്ടാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് മാസം തോറും ആ ബാങ്കിന് പലിശ ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ടൗൺ ഹാളിനെ നശിപ്പിച്ചു. ഇത്രയും രൂപയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കെട്ടിടം നമുക്കിവിടെ പണിയായിരുന്നു, കൺവെൻഷൻ സെൻ്റർ ഇവിടെ പണിയായിരുന്നു. സാധാരണക്കാരായ ആൾക്കാരുടെ, പാവപ്പെട്ട ആൾക്കാരുടെ മക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ പൊതുപരിപാടികൾ കുറഞ്ഞ ചിലവിൽ പൊതുപരിപാടികൾ വയ്ക്കുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ഈ ആറ്റിങ്ങൽ പ്രദേശത്തു നിന്നല്ല, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പഞ്ചായത്തുള്ള ആൾക്കാർക്കും വലിയൊരു ആശ്വാസമായിരുന്നു ഈ നഗരസഭ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. 3ാം ഘട്ടത്തിനായി ടെൻഡർ നടപടി തുടങ്ങിയെന്നും കോവിഡും കോടതി വ്യവഹാരവും കാരണമാണ് പണി തടസ്സപ്പെട്ടതെന്നുമാണ് ഇടതു ഭരണസമിതിയുടെ വിശദീകരണം. പൊതുപരിപാടികൾ ഉൾപ്പെടെ നടന്നിരുന്ന ഇവിടെ നിന്നും നഗരസഭയ്ക്കുണ്ടായിരുന്ന വരുമാനവും ഇപ്പോൾ ലഭിക്കുന്നില്ല. അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ടൗൺ ഹാൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമുയർന്നിട്ടും എന്നു പണി തീർക്കാൻ കഴിയുമെന്ന് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഗതികേടിലാണ് ആറ്റിങ്ങൽ നഗരസഭ. ആറ്റിങ്ങലിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. രവീന്ദ്രനാഥിൻ്റെ ഒരു സന്ദേശം. കേരളം നേരിടുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങൾ, ഈ മാലിന്യം പോലെയുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ലൈവത്തോൺ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ബോധവൽക്കരണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വേണം. പക്ഷേ ബോധമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന ഈ ശുചിത്വവും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഇറങ്ങി ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ പറയുന്നു, ഞാൻ വീടിൻ്റെ പുറത്ത് നിൽക്കുക, എൻ്റെ അച്ഛനകത്തിരുന്ന് TV കാണുക, അത് ഒന്ന് ന്യൂസിൽ പറയാമോ? നോക്കിക്കോണം, ഒരു TV ചാനൽ ഓരോരോ ജോലി. ഇതേ സാറ് തന്നെയാണോന്ന് എനിക്ക് ഓർമ്മയില്ല. നേരത്തെ ഇതുപോലെ വീട്ടിൻ്റെ പുറത്തൊന്നും വിളിച്ചിട്ട് കേൾക്കുന്നില്ല, നിങ്ങളുടെ പരിപാടിയും കണ്ടുകൊണ്ട് അച്ഛനകത്തിരിക്കുക, അച്ഛനെ വിളിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ TV കൂടെ പറഞ്ഞു, അച്ഛൻ പോയി വാതിൽ തുറന്നു. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ വാതിൽ തുറപ്പിക്കാനൊന്നും ഒരു TV ചാനൽ ഉപയോഗിക്കരുത് കുഞ്ഞെ, അത് വലിയ സങ്കടം പിടിച്ച കാര്യമാണ്. ഓക്കെ, നമുക്കിനി ഈ പ്രതികരണ വേദി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇനി മോർണിംഗ് ഷോ നാളെ രാവിലെ 7 മണിക്ക് അവിടെയായിരിക്കും നമ്മൾ തമ്മിൽ കാണുക.